ഹായ് പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയമായി മാറി. ആ പരാജയത്തിന്റെ കാരണം മോഹൻലാലിന്റെ ക്യാരക്ടർ ആ സിനിമയിൽ മരിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള പല ആൾക്കാരുടെയും സംസാരം നമ്മൾ കേൾക്കാൻ ഇടയായി. എന്തിന് സംവിധായകൻ വരെ പറഞ്ഞു അതുകൊണ്ടായിരിക്കാം എന്ന്. അതായത് മോഹൻലാലിന്റെ ക്യാരക്ടർ മരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് ഈ സിനിമയെ എല്ലാവരും നെഗറ്റീവ് പറയുന്നത് എന്നുള്ളതാണ് സംവിധായകൻ വരെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് സ്റ്റാറുകൾ മാത്രമല്ല നടന്മാർ കൂടിയാണ്, അവരെ അങ്ങനെ കാണാൻ നിങ്ങൾ പഠിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതിന്റെ സംവിധായകൻ. ദൃശ്യം 3യുടെ പ്രൊമോഷന്റെ ഭാഗമായി മോഹൻലാൽ പല ചാനലുകൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൽ ഒരാള് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോഹൻലാൽ പറയുന്നു, പാട്രിയറ്റ് എന്ന സിനിമ ഞാൻ ഇഷ്ടത്തോടെ ചെയ്ത സിനിമയാണ്. അതിലെ കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അതായത് മരിക്കുന്ന കാര്യമെല്ലാം മോഹൻലാലിന് അറിയാം, അത് ഇഷ്ടമായതുകൊണ്ടാണ് ചെയ്തത് എന്ന് കൃത്യമായി പറയുന്നു. അത് വളരെ മനോഹരമായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി, അത് അങ്ങനെ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ സിനിമയുടെ വിജയപരാജയങ്ങൾ അത് നമ്മളുടെ കയ്യിലല്ല എന്നും കൃത്യമായി ലാലേട്ടൻ പറയുന്നു. അപ്പോൾ ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തന്മാത്ര അതുപോലുള്ള കുറെ സിനിമകളിൽ ലാലേട്ടൻ മരിക്കുന്നുണ്ട്, പക്ഷെ അത് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചല്ലോ, പിന്നെ എന്തുകൊണ്ട്? അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം മോഹൻലാൽ കൊടുക്കുന്നുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷക മനസ്സിൽ ഇമോഷണലി കണക്ട് ആയിരുന്നു. അതായത് അത്രയും മനോഹരമായിട്ടാണ് ആ കഥാപാത്രത്തെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ആ കഥാപാത്രങ്ങൾ പ്രേക്ഷക മനസ്സിൽ ഇമോഷണലി കണക്ട് ആയിരുന്നു. ഇതിൽ വളരെ ചെറിയ വേഷമാണ്, അതുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ അത് കണക്ട് ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം എന്നുള്ള തരത്തിൽ മോഹൻലാൽ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് വിഷയം. ആ മരണം കൃത്യമായി ഷൂട്ട് ചെയ്ത് വെക്കാൻ മഹേഷ് നാരായണന് സാധിച്ചില്ല. മരണശേഷം കാണിക്കുന്ന ഓരോ രംഗങ്ങളും വളരെ വൃത്തികേടായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനെ വളരെ പ്രേക്ഷക മനസ്സിൽ തട്ടുന്ന രീതിയിൽ എടുത്തു വെക്കാൻ മഹേഷ് നാരായണന് പറ്റുമായിരുന്നു, പക്ഷെ പുള്ളി അത് ചെയ്തില്ല. മരണശേഷം മോർച്ചറിയിലാണ് പിന്നെ പുള്ളിയുടെ ബോഡി കാണിക്കുന്നത്. അവിടെ മമ്മൂട്ടിയുടെ പെർഫോമൻസ്, തീർച്ചയായും അത് മമ്മൂട്ടിയുടെ കുറ്റമല്ല, മഹേഷ് നാരായണന്റെ കുറ്റം തന്നെയാണ്. മഹേഷ് നാരായണൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു അവിടെ ആ പെർഫോമൻസ് വേറെ രീതിയിൽ ചെയ്യാൻ. അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഈ സിനിമയിൽ ആത്മസുഹൃത്തുക്കളാണ്. അത്രയേറെ ആത്മബന്ധം ഈ സിനിമയിൽ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അവർ തമ്മിലുള്ള ആത്മബന്ധം നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്രയും ബന്ധമുള്ള രണ്ടുപേർ, അതിൽ ഒരാൾ മരിക്കുന്നു, മറ്റേയാളുടെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല. സാധാരണ ആരോ മരിച്ചതുപോലുള്ള ഭാവമാണ് മമ്മൂട്ടിയുടെ മുഖത്ത് വന്നത്. അത് കൃത്യമായി എടുത്തു വെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിനിമ വേറെ തലത്തിലേക്ക് പോയേനെ. അത് കൃത്യമായി എടുത്തു വെക്കാൻ മഹേഷ് നാരായണന് സാധിച്ചില്ല. അതായത് ആ കഥാപാത്രത്തെ ഒരു സാധാരണ എന്തോ ആക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് പ്രേക്ഷകനെ ഫീൽ ചെയ്യിപ്പിക്കാൻ സംവിധായകന് സാധിച്ചില്ല. അതാണ് സിനിമയുടെ പരാജയ കാരണം. അല്ലാതെ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വൃത്തിയായി എടുത്തു വെക്കാത്തത് കൊണ്ടാണ് ആ സിനിമയെ അല്ലെങ്കിൽ ആ രംഗത്തെ വളരെ മോശം പല ആൾക്കാരും പറയുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് ആ കഥ കേൾക്കുമ്പോൾ മോഹൻലാൽ ചിന്തിക്കും ഇതിങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന്. അത് പ്രേക്ഷക മനസ്സിൽ തട്ടുന്നത് പോലെ എടുത്തു വെക്കുമെന്ന് മോഹൻലാൽ ചിന്തിക്കും. നിങ്ങൾക്കതിന് സാധിച്ചില്ല എടുത്തു വെക്കാൻ. അതാണ് ആ സിനിമയുടെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം. അപ്പം മോഹൻലാലിന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം. മോഹൻലാലിന്റെ കഥാപാത്രം നല്ല കഥാപാത്രമാണ്, മരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, പക്ഷെ അത് എടുത്തു വെച്ച രീതി, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്കായി മാറിയത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ അണിയറക്കാർ വന്ന് കിടന്ന് മെഴുകണം എന്നില്ല. ഇതാണ് കാരണം, പ്രേക്ഷകരുടെ കുറ്റമാണ്, പ്രേക്ഷകർ സ്റ്റാറായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ് മെഴുകണം എന്നില്ല. പരാജയം ഇതിൻ്റെ സംവിധായകൻ്റെയാണ്. ആ രംഗങ്ങൾ എടുത്തു വെച്ചത് വളരെ മോശമായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് കൃത്യമായി ലാലേട്ടനും മനസ്സിലായി. ലാലേട്ടനും അത് തന്നെയാണ് പറയുന്നത്, ഇമോഷണലി പ്രേക്ഷക മനസ്സിൽ കണക്റ്റ് ആയില്ല എന്നുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.